കൊല്ലം കൊല്ലൂർ വിള സർവീസ് സഹകരണ ബാങ്ക് ക്രമക്കേടിൽ സുപ്രീം കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിട്ടും പ്രതികളുടെ അറസ്റ്റ് നടപടി വൈകുന്നതായി പരാതി. UDF നിയന്ത്രണത്തിലുള്ള ബാങ്കിൽ ഭരണസമിതി അംഗങ്ങൾ ചേർന്ന് കോടികളുടെ തട്ടിപ്പ് നടത്തിയെന്നാണ് കേസ്. സഹകരണ വകുപ്പ് നടത്തിയ ഓഡിറ്റിലും കോടികളുടെ ക്രമക്കേട് കണ്ടെത്തിയിരുന്നു. ക്രൈംബ്രാഞ്ചിന്റെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം അന്വേഷിക്കുന്ന കേസിൽ ബാങ്ക് പ്രസിഡന്റായിരുന്ന DCC ജനറൽ സെക്രട്ടറി അൻസാർ അസീസ് ഉൾപ്പെട്ട ഭരണസമിതിയാണ് പ്രതിസ്ഥാനത്ത്. 2020-21 കാലയളവിലെ സഹകരണ വകുപ്പിന്റെ ഓഡിറ്റ് റിപ്പോർട്ടാണ് കൊല്ലൂർ വിള സഹകരണ ബാങ്കിലെ തട്ടിപ്പ് പുറത്തു കൊണ്ടുവന്നത്. മുൻകൂർ ജാമ്യം തേടി കേസിലെ 13 പ്രതികൾ ഹൈക്കോടതിയെയും സുപ്രീം കോടതിയെയും സമീപിച്ചുവെങ്കിലും അപേക്ഷ തള്ളി. എന്നാൽ പ്രതികളെ പോലീസ് പിടികൂടുന്നില്ല എന്നതാണ് പരാതി. 6,67,00,000 രൂപയുടെ നഷ്ടം ബാങ്കിന് വരുത്തിയെന്ന പരാതിയിലാണ് പോലീസ് കേസ്. യഥാർത്ഥ കണക്ക് 100 കോടിക്ക് മുകളിലാണെന്ന് പരാതിക്കാരൻ പറയുന്നു. ബാങ്കിന് വൻ നഷ്ടം സംഭവിക്കത്തക്ക രീതിയിലുള്ള വായ്പ നടപടികളാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. സ്വീകരിക്കാൻ കഴിയാത്ത വസ്തുക്കൾ ഈടായി സ്വീകരിച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപ വായ്പ നൽകുകയും അതുപോലെ മറ്റ് ബാങ്കുകൾ നടപടികൾ സ്വീകരിച്ച് ജപ്തി നടപടികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന വസ്തുക്കൾ പോലും ഈട് വാങ്ങിക്കൊണ്ട് കൂടുതൽ വായ്പകൾ നൽകുകയും ചെയ്തതാണ് ഇപ്പോഴത്തെ ഈ ദുരന്തങ്ങൾക്കെല്ലാം കാരണമായി മാറിയത്. സുപ്രീം കോടതി വിധിക്ക് പിന്നാലെ ബാങ്ക് പ്രസിഡന്റായിരുന്ന അൻസാർ അസീസ് സ്ഥാനം രാജിവെച്ചു. വായ്പ നൽകിയത് തിരിച്ചു പിടിക്കുമെന്നും നിക്ഷേപകരിൽ ആശങ്കയുണ്ടാക്കുന്ന പ്രചരണം തെറ്റാണെന്നും പുതിയ ബാങ്ക് ഭരണസമിതി. ഏതെങ്കിലും രീതിയിൽ തകർക്കുക എന്നുള്ള നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുടെ ചിന്താഗതി മാത്രമാണ്. വരുന്ന ഇന്നുവരെയുള്ള എല്ലാ ആൾക്കാരെയും ഞങ്ങൾ അവരുടെ കൊടുക്കാവുന്നതിൻ്റെ പരമാവധി കാശ് കൊടുത്തുകൊണ്ട് പിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാക്കി പണം പിരിക്കുവാൻ വേണ്ടി ഊർജിതമായ ശ്രമം ആണ് നടക്കുന്നത്. പ്രതികളെ സംരക്ഷിക്കില്ലെന്നും സംഘടനാ നടപടി KPCCയുടെ പരിഗണനയിൽ എന്നതുമാണ് കോൺഗ്രസ് ജില്ലാ നേതൃത്വത്തിന്റെ വിശദീകരണം. മീഡിയ 1 കൊല്ലം.